ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. രാജലക്ഷ്മി അമ്മ ഇപ്പോൾ ഹോം മിനിസ്റ്ററിനെ വിളിക്കുകയാണ്. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഹോം മിനിസ്റ്റർ പറയുന്നുണ്ട്, രാജലക്ഷ്മി അമ്മ ഫോൺ വെച്ചോളൂ, ഞാൻ ഇപ്പോൾ തന്നെ ACPയെ വിളിക്കാമെന്ന്. എന്നാൽ അദ്ദേഹം ഇന്ദ്രജയോട് സംസാരിക്കുകയാണ്. മീനാക്ഷി ഇപ്പോൾ തന്നെ വിട്ടയക്കാൻ പറഞ്ഞ് വിളിക്കാമെന്ന് ഹോം മിനിസ്റ്റർ ഇന്ദ്രജയോട് പറയുന്നുണ്ട്. എന്നാൽ അത് വേണ്ടെന്ന് പറയുകയാണ് ഇന്ദ്രജ. മീനാക്ഷിയുടെ അമ്മയുടെ ചേച്ചിയാണ് ഇന്ദ്രജ. രാജലക്ഷ്മിയോടുള്ള ശത്രുത കാരണം സ്വന്തം അനുജത്തിയുടെ മകൾ ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നോട്ടെ എന്ന് പറയുകയാണ് ഇന്ദ്രജ. അങ്ങനെ ഹോം മിനിസ്റ്റർ ഇന്ദ്രജയുടെ വാക്ക് കേട്ട് ACPയെ വിളിച്ചിട്ട് പറയുന്നു, രാജലക്ഷ്മി അമ്മ എന്നല്ല, ആരായാലും ശരി, വഴിവിട്ട ഒരു സഹായവും ആർക്കും ചെയ്യരുത്. നിയമം പാലിച്ചാൽ മാത്രം മതി. അത് പറയാനാണ് വിളിച്ചതെന്നും പറയുന്നു. ഇതെല്ലാം ACP അവരെ ഫോൺ സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ACP ഇപ്പോൾ രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്, കോടതിയിൽ വന്ന് കൊണ്ടുപോകാമെങ്കിൽ അവരെ കൊണ്ടുപോകും, അതും ഞാനൊന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിക്കുന്നു. കോടതിയിൽ നിന്ന് അവരെ ഞാൻ കൊണ്ടുപോകും. ഇത് വെല്ലുവിളിയായി തോന്നുന്നുണ്ടോ? ഈ കാക്കി കുപ്പായത്തിൽ കാറ പുരളും, അത് രാജലക്ഷ്മി അമ്മ കാണും. അത് സർവീസ് ഡയറിയിൽ കുറിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞ് പോവുകയാണ് രാജലക്ഷ്മി അമ്മ. എല്ലാവരും നിരാശയോടെയാണ് പുറത്തേക്ക് വരുന്നത്. ആ മന്ത്രി ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സഹായിക്കാമെന്ന് ഏറ്റിട്ട് ഇതൊരു നാണക്കേടായി പോയല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. കോടതിയിൽ എന്തായാലും ഇവരുടെ ജാമ്യാപേക്ഷ എതിർക്കും. അത്രയ്ക്കുള്ള വകുപ്പുകളാണ് അവർ എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് കാർത്തിക് പറയുന്നു. അർച്ചന ജയിലിൽ കിടക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് സച്ചിൻ പറയുന്നുണ്ട്. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും മീനാക്ഷിയെയും അർച്ചനയും രക്ഷിച്ചേ പറ്റൂ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. ഏതെങ്കിലും നല്ല വക്കീലിനെ വെച്ചാലോ എന്ന് സന്ദീപ് ചോദിക്കുന്നു. അല്ല, ഈ സമയത്ത് ആരുണ്ട്? ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ആരെ കണ്ടെത്തും എന്ന് സച്ചി ചോദിക്കുന്നു. അപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു, വരും, നല്ല ഒന്നാന്തരം വക്കീൽ വരും. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നാണല്ലോ നിയമം. അത് തെറ്റിക്കാൻ ഈ ACPക്ക് പറ്റില്ലല്ലോ. ഇവിടെ നിന്നും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അവരെ ഇറക്കിക്കൊണ്ട് പോരാൻ പറ്റുന്ന ഒരാൾ എന്റെ കയ്യിലുണ്ട്. ഞാനൊന്ന് വിളിച്ചാൽ ഏത് പ്രതിസന്ധിയിലും എന്നെ സഹായിക്കാൻ അയാൾ വരും എന്ന് രാജലക്ഷ്മി. ആ മന്ത്രിയെ പോലെ നമ്മളെ പിന്നിൽ നിന്ന് ചതിക്കില്ലല്ലോ അല്ലേ എന്ന് സച്ചി ചോദിക്കുന്നു. ഇത് നിങ്ങളാരും കരുതുന്ന പോലെ ഒരാളല്ല. ആളിവിടങ്ങുമല്ല, അങ്ങ് ഡൽഹിയിലാ, സുപ്രീം കോടതിയിൽ. ആ ചതിയൻ മന്ത്രിയെ പോലെയല്ല. ഇത് നീതിക്കും നിയമത്തിനു വേണ്ടി മാത്രം രാപ്പകൽ പോരാടുന്ന ഒരാളാ. നിങ്ങൾക്കറിയുവോ? സുപ്രീം കോടതിയിൽ നിന്നും പൊതുതാൽപര്യ ഹർജികളിൽ ഏറ്റവും കൂടുതൽ അനുകൂല വിധി സമ്പാദിച്ചിട്ടുള്ള ആളാ. അഴിമതിക്കാരായ മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ പേടി സ്വപ്നമാ അയാൾ. ഞാൻ വിളിച്ചാൽ അയാൾ വരും. പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ ആ പേര് നിങ്ങൾ കുറെ തവണ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഒരു സിറ്റിങ്ങിന് കോടികൾ വരെയാ പ്രതിഫലം എന്ന് പറയുകയാണ് രാജലക്ഷ്മി അമ്മ. എന്താ എന്താ അയാളുടെ പേര് എന്ന് ഇത് കേട്ട് ആകാംക്ഷയോടെ ചോദിക്കുകയാണ് സച്ചി. അപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു, അഡ്വക്കേറ്റ് ഇട്ടിമാണി വർഗീസ് മാപ്പിള. അമ്മ പറയുന്നത് നിർമ്മല ചാറ്റർജി കേസിൽ ഈയിടയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതികൾക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്ത അഡ്വക്കേറ്റ് ഇട്ടിമാണിയെ കുറിച്ചാണോ എന്ന് സന്ദീപ് ചോദിക്കുന്നു. അതെ, അദ്ദേഹം തന്നെയാണ്, രാജലക്ഷ്മി അമ്മ പറയുന്നു. ഇട്ടിമാണി വക്കീൽ വരും. ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹം അവരെ രക്ഷിക്കുകയും ചെയ്യും. ഈ പറയുന്നത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയാ. ഇത് കേട്ട് സച്ചിയും സന്ദീപും കാർത്തിക്കും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് അർച്ചനയും മീനാക്ഷിയും ലോക്കപ്പിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ്. പറഞ്ഞു കേട്ടിടത്തോളം ഞാനും മീനാക്ഷിയും തുല്യ ദുഃഖിതരാ. എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടുപേരും തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടി ദൈവം ഒരുക്കിയ സിറ്റുവേഷൻ ആയിരിക്കും ഇതെന്ന എന്ന് അർച്ചന പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ശരിയായിരിക്കും, സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരായിരുന്നു എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ACP സഹീർ അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഓ, കണ്ണീർ കുരുവികൾ കഥന പാടുമായിരിക്കും അല്ലേ? എന്താടി രണ്ടും കൂടെ എന്നെ നോക്കി പേടിപ്പിക്കുവാണോ? പുറത്തിറങ്ങാമെന്ന് രണ്ടും സ്വപ്നം കാണണ്ട. ഇവിടുന്ന് വിട്ടാലും നേരെ ജയിലിലേക്ക്. ഈ ജന്മത്ത് നിങ്ങളൊന്നും പുറത്തിറങ്ങൂല. ആരുടെ കോടതിയിലാ കേസെടുക്കുന്നതെന്ന് നിനക്കൊക്കെ അറിയുവോ? ഈ ലോകത്തോട് മുഴുവനും പകയെ നടക്കുന്ന ഒരു സ്ത്രീയാ ജഡ്ജ്. നീയൊക്കെ പെട്ടു. ജഡ്ജിന്റെ പേര് കേട്ടാൽ തന്നെ നീയൊക്കെ ഞെട്ടും. റീന മേരി കുര്യൻ എന്ന് സഹീറ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ജഡ്ജിന്റെ വീടാണ്. അവിടേക്ക് മതിൽ ചാടി കയറുകയാണ് ഒരാൾ. പോലീസ് അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഉണ്ടായിട്ടും അയാൾ വീടിനുള്ളിൽ കയറുകയാണ്. ജഡ്ജിന്റെ മുറിയിൽ കയറി ഒരു ഫയൽ എന്തോ എടുക്കാനായിരുന്നു അയാളുടെ ശ്രമം. എന്നാൽ എന്തോ ശബ്ദം കേട്ട് ജഡ്ജ് എഴുന്നേൽക്കുകയും കള്ളൻ എന്ന് വിളിച്ച് കൂവുകയും ചെയ്യുന്നു. ഇതേ സമയം അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി അവിടേക്ക് ഓടി വരുന്നു. ആരാടാ നീ എന്ന് ചോദിച്ച് സെക്യൂരിറ്റി അവിടേക്ക് വരുമ്പോൾ സെക്യൂരിറ്റിയെ തള്ളി മാറ്റിയിട്ട് ഓടി രക്ഷപ്പെടുകയാണ് അയാൾ. മാഡം, അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് സെക്യൂരിറ്റി പോലീസ് പറയുമ്പോൾ ജഡ്ജ് റീന പറയുന്നുണ്ട്, ആ CCTV ഒന്ന് പോയി നോക്കുകയെന്ന്, എന്നിട്ട് പോലീസിനെ വിളിക്കാൻ. മാഡം, അവൻ വരുന്നതും പോകുന്നതും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് CCTV പരിശോധിച്ചതിന് ശേഷം
സെക്യൂരിറ്റി പോലീസ് പറയുന്നുണ്ട്. ഒരു കള്ളനെ പോലും പിടിക്കാൻ കഴിയാത്ത താനൊക്കെ എന്തൊരു ഗൺമാനാണോ, വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക എന്ന് പറയുകയാണ് ജഡ്ജ്. എന്നിട്ട് പോലീസിനെ വിളിക്കുന്നു. ശേഷം ഇപ്പോൾ കോടതിയാണ് കാണിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ മീനാക്ഷിയും അർച്ചനയും കൊണ്ടുവന്നിരിക്കുകയാണ്. അവന്തിക അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അർച്ചനയുടെ അടുത്ത് വന്ന് വളരെ പതുക്കെ സംസാരിക്കുകയാണ്. നിന്നെ ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ ജീവിതം പരമസുഖമായിരിക്കും. ജയിലിലൊക്കെ ഇപ്പോൾ നല്ല ഫുഡാണെന്നാ കേട്ടെ. ജയിലിന്റെ ഗേറ്റ് കടന്ന് നീ അകത്തേക്ക് പോകുന്നത് വരെ അത് കാണാൻ ഞാൻ നിന്റെ കൂടെ തന്നെ കാണും എന്ന് പറഞ്ഞ് സന്തോഷിച്ചു പോവുകയാണ് അവന്തിക. ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന. എല്ലാവരും ഇപ്പോൾ കോടതി മുറിയിൽ വന്നിരിക്കുകയാണ്. നല്ല ടെൻഷനോടെ തന്നെയാണ് അവർ ഇരിക്കുന്നത്. ഇപ്പോൾ അവിടേക്ക് ജഡ്ജ് റീന മേരി കുര്യനും എത്തിയിരിക്കുകയാണ്. അങ്ങനെ കേസ് വിളിക്കുന്നു. ആദ്യത്തെ കേസ് അർച്ചനയുടേതാണ്. അർച്ചനയെ വിളിച്ചിരിക്കുകയാണ് അവിടേക്ക്. ഡിഫൻസ് ലോയർ വന്നിട്ടില്ലേ എന്ന് ജഡ്ജ് ചോദിക്കുന്നു. ഇതേ സമയം പുറത്തൊരു കാറിൽ വന്നിറങ്ങുകയാണ് അഡ്വക്കേറ്റ് ഇട്ടിമാണി വർഗീസ് മാപ്പിള. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം.